ഇന്നലെ ഞാൻ തിരുവനന്തപുരത്തെ ടാഗോർ തിയേറ്ററിൽ വൈകുന്നേരം ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പോയി. ഇന്നലെ രാവിലെ ഞാൻ പറഞ്ഞില്ലേ, പ്രവാസി ഭാരതി റേഡിയോ നെറ്റ്വർക്ക് 20 രാജ്യങ്ങളിലേക്ക് അതിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്ന ചടങ്ങായിരുന്നു അത്. 10 പുതിയ റേഡിയോ ചാനലുകൾ പ്രശസ്ത റേഡിയോ പ്രക്ഷേപകൻ കെ ചന്ദ്രസേൻ്റെ നേതൃത്വത്തിൽ അവിടെ തുടങ്ങി. ടാഗോറിൽ മന്ത്രി ഉദ്ഘാടനം ചെയ്തു. നമുക്കതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഏഷ്യാനെറ്റിൻ്റെ ഫൗണ്ടിങ് ചെയർമാൻ ഡോക്ടർ രജി മേനോൻ ഉണ്ടായിരുന്നു. അതുപോലെ കുറേ VIP-കൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മന്ത്രി GR അനിലാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. നിങ്ങൾക്കറിയാം, പക്ഷേ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയാണ് അദ്ദേഹം. റിപ്പോർട്ടിലേക്ക്. പ്രവാസി മലയാളികളുടെ ശബ്ദമായി മാറിയ പ്രവാസി ഭാരതി റേഡിയോ 42 ദശലക്ഷം പ്രവാസി മലയാളികളിലേക്കാണ് വളരുന്നത്. 20 രാജ്യങ്ങളുടെ ടൈം സോണുകളിൽ 10 റേഡിയോ ചാനലുകൾ പുതിയതായി പ്രക്ഷേപണം ആരംഭിച്ചു. ഔദ്യോഗിക ഉദ്ഘാടനം മന്ത്രി GR അനിൽ നിർവഹിച്ചു. ഏത് ഭരണകർത്താക്കളാണെങ്കിലും ശ്രദ്ധാപൂർവം അത് കേൾക്കാനും അതിലിടപെടാനും അതിന് പരിഹാരം കാണാനും ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതുമാത്രം തന്നെയാണ് പ്രവാസി ഭാരതിയുടെ ഏറ്റവും വലിയ വിജയം എന്ന് നമുക്ക് ഈ അവസരത്തിൽ പറയാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ പ്രവർത്തനങ്ങൾ കൂടുതൽ വിജയകരമായി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. മാധ്യമരംഗത്ത് 40 വർഷം പൂർത്തിയാക്കിയ R ശ്രീകണ്ഠൻ നായർക്ക് പ്രവാസി ഭാരതിയുടെ ആദരം. ജർമ്മനി റേഡിയോയുടെ പ്രക്ഷേപണ ഉദ്ഘാടനവും SKN നിർവഹിച്ചു. ഈ ഓരോ കാലത്ത് ഓരോ മാധ്യമങ്ങൾ കാലഹരണപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മളതിലൊന്നും ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോകേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ ജീവിതാനുഭവങ്ങൾ എന്നെ പഠിപ്പിക്കുന്നത് അതുതന്നെയാണ്. ചിലപ്പോൾ നമുക്ക് തോന്നുന്ന പ്ലാറ്റ്ഫോമുകൾ മാറി വരും, ചിലപ്പോൾ നമ്മുടെ ശബ്ദവിന്യാസത്തിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകും, നമ്മുടെ ദൃശ്യസാധ്യതകളിലൊക്കെ മാറ്റങ്ങൾ വരും. അങ്ങനെയൊക്കെ മാറി വന്നാലും അടിസ്ഥാനപരമായി ഉള്ളടക്കമില്ലാതാകില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പ്രവാസി ഭാരതി റേഡിയോയ്ക്ക് എല്ലാവിധമായ ആശംസകളും നേരുന്നു. 2000-ന് മുകളിൽ മലയാളികളുള്ള രാജ്യങ്ങളെന്ന നിലയിലാണ് 20 രാജ്യങ്ങളിലേക്ക് സംപ്രേഷണം വ്യാപിപ്പിച്ചതെന്ന പ്രവാസി ഭാരതി മാനേജിംഗ് ഡയറക്ടർ കെ ചന്ദ്രസേനൻ. ശാസ്ത്രത്തിൻ്റെ വളർച്ചയ്ക്കൊപ്പം സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്കൊപ്പം പ്രവാസി ഭാരതിയും വളർന്നുകൊണ്ടിരിക്കുന്നു. 2000-ന് മുകളിൽ മലയാളികൾ വസിക്കുന്ന എല്ലാ രാജ്യങ്ങളും ഈ പട്ടികയിലുണ്ട്. 2000-ന് മുകളിൽ മലയാളികൾ വസിക്കുന്ന എല്ലാ രാജ്യങ്ങൾക്കും അവരുടെ പ്രാദേശിക സമയമനുസരിച്ച് രാത്രി വരെ 24 മണിക്കൂറും പ്രക്ഷേപണ സംവിധാനം ഒരുക്കുന്ന പ്രവാസി ഭാരതി മലയാളത്തിൻ്റെ അന്താരാഷ്ട്ര റേഡിയോ. പ്രവാസി ഭാരതിയുടെ മൊബൈൽ ആപ്ലിക്കേഷനും പുറത്തിറക്കി. MM ഹസൻ, പ്രവാസി ഭാരതി ചെയർമാൻ നൌഷാദ് അബ്ദുൽ റഹ്മാൻ, ചെയർമാൻ B മനോഹരൻ, നോർക്ക റോഡ് CEO അജിത് കോളശ്ശേരി, ഏഷ്യാനെറ്റ് സ്ഥാപക ചെയർമാൻ ഡോക്ടർ രജി മേനോൻ തുടങ്ങിയവർ വിവിധ ചാനലുകളുടെ സംപ്രേഷണം ഉദ്ഘാടനം ചെയ്തു. 24 തിരുവനന്തപുരം.